വാസയോഗ്യമല്ലാത്ത വീട്ടിലാണ് കൃഷ്ണൻ ഓരോ രാത്രിയും തള്ളി നീക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴും. വീശുന്നത് തണുത്ത കാറ്റാണെങ്കിലും ഉള്ളിലെ തീ ആളിക്കത്തും. ഇളകുന്ന മേൽക്കൂരയുടെ ശബ്ദം ചങ്കിടിപ്പേറ്റുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് ഓലമേഞ്ഞ വീടാണ്. പിന്നെ ഞങ്ങൾ ഈ ടാർപ്പായൊക്കെ കെട്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ 5 വർഷത്തോളമായി ഇവിടെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ലൈഫ് മിഷനിൽ ആദ്യം പേരുണ്ടായിരുന്നു, പിന്നെ അതിൽ പേര് ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ഇതിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയത്തി, ഞാൻ 5 പേരാണ് ഇവിടെ താമസിക്കുന്നത്. കൃഷ്ണന്റെ മാത്രം കഥയല്ല ഇത്. അട്ടപ്പാടിയിൽ മാത്രം ഇങ്ങനെ ഒറ്റ മുറിയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ലൈഫ് പദ്ധതി വരുന്നതിന് മുൻപായി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പ്രത്യേക ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ലൈഫ് പദ്ധതി വന്നതോടെ അത് നിന്നു. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. അട്ടപ്പാടിയിൽ ഏതാണ്ട് 500ഓളം ആദിവാസി വീടുകൾ ഇത്തരത്തിലുള്ളതുണ്ട്. ഇവർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് ഇവരെല്ലാം ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് ഗ്രാമസഭകളുടെ അധികാരം ദുർബലപ്പെടുത്തുകയാണ്. ഉദ്യോഗസ്ഥന്മാരാണ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരാണ് ആദിവാസികൾക്ക് ആർക്ക് വീട് കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്നത്. ഇതുപോലെ പ്ലാസ്റ്റിക് കുടിലും അതുപോലെ തന്നെ ഓലം മേഞ്ഞ ഷെഡിൻ്റെ ഉള്ളിൽ കിടക്കുന്നവരെല്ലാം ഒഴിവാക്കപ്പെടുകയാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.